കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം 12 സ്കന്ധം അധ്യായം 4. നമ്മൾ ശ്ലോകം 9 ചെയ്തു. പ്രളയാഗ്നി പറ്റി പറയണം നമ്മൾ അല്ലേ. അതായത് ആദിശേഷൻ്റെ മുഖത്തു നിന്നുണ്ടായിട്ടുള്ള ആ പ്രളയാഗ്നി എല്ലാ ചരാചരങ്ങളെ നശിപ്പിക്കാൻ ശക്തിയുള്ളതാണ്. പക്ഷേ 1000 കൊല്ലം മഴയില്ലാങ്ങിട്ട് ഭൂമിയിൽ യാതൊരു ജീവികളും ഇല്ല, എല്ലാ ജീവികളും നശിച്ചിരിക്കുന്നു. പിന്നെ ഈ പ്രളയാഗ്നി 14 ലോകങ്ങളെയും അധോലോകങ്ങളെയൊക്കെ കത്തിച്ചു, എല്ലാം കത്തിച്ച അമ്പലായി അധോലോകങ്ങളും എന്ന് പറഞ്ഞു അല്ലേ. അതാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് 10 വായിക്കാം. ഉപര്യഥ സമന്താച്ചാ ശിഖാഭിർവഹ്നി സൂര്യയോ ദഹ്യമാനം വിഭാത്യണ്ഡം ദഗ്ധഗോമയപിണ്ഡവത്. ഉപര്യത മുകളിലും താഴ്ത്തുന്ന, ഉപരി അധ, ഉപര്യഥ മീൻസ് മുകളിലും ഉപരി അധോഭാഗത്തും, അതായത് മുകളിലും താഴ്ത്തും. സമന്താത് 4 ഭാഗത്തും, 4 ഭാഗവും താഴ്ത്തും മുകളിലും, അതായത് 10 ദിക്കെന്ന് പറയാം. വന്നി സൂര്യോഹോ ശിഖാഭി, അഗ്നിയുടെയും സൂര്യൻ്റെയും ചൂടിനാൽ ദഹ്യമാനം ദഹിപ്പിക്കപ്പെടുന്ന അണ്ഡം, ഈ ബ്രഹ്മാണ്ഡം മുഴുവൻ ദഹിച്ചു. ആദിശേഷൻ്റെ മുഖത്തുനിന്ന് വരുന്ന അഗ്നി കൊണ്ടേ. ഇത് പ്രളയാഗ്നിയാണ് കേട്ടോ, പ്രളയത്തിന് മുമ്പുള്ള അഗ്നിയാണ്. ഇത് ബ്രഹ്മാവിൻ്റെ ആയസ് കഴിയുമ്പോൾ മാത്രം ഉണ്ടാവുന്നതാണ് കേട്ടോ. അങ്ങനെ ബ്രഹ്മാണ്ഡം മുഴുവൻ ദഗ്ധ ഗോമയ പിണ്ഡവ, ദഹിച്ച ചാണകക്കട്ട പോലെയെന്ന്. ഗോമയം ചാണകമാണ്. ദഗ്ധ അതായത് ദഹിച്ച ഗോമയ പിണ്ഡകം, ചാണകത്തിൻ്റെ പിണ്ഡം പോലെ വിഭാതി ശോഭിക്കുന്നു. എന്താ അറിയോ, മുകളിൽ നിന്ന് സൂര്യരശ്മി, താഴത്തെ പാതാളത്തു നിന്ന് അനന്തൻ്റെ വായെന്ന് വരണ, മുകളിൽ ആകാശത്ത് നിന്ന് സൂര്യൻ്റെ, താഴത്തുനിന്ന് അനന്തം പാമ്പിൻ്റെ മുഖത്തുനിന്ന് വരുന്ന അഗ്നി, രണ്ടും കൂടിയിട്ട് ഈ ബ്രഹ്മാണ്ഡം മുഴുവൻ, 14 ലോകങ്ങളും അടങ്ങുന്ന ബ്രഹ്മാണ്ഡം മുഴുവൻ ഒരു കത്തിച്ച ചാണകക്കട്ട പോലെ ശോഭിച്ചു എന്ന്. നമ്മൾ ഭസ്മം ഉണ്ടാക്കാനൊക്കെ ചാണകം കത്തിക്കില്ല, അതുപോലെ ബ്രഹ്മാണ്ഡം മുഴുവൻ കത്തി. മുകളിൽ നിന്ന് സൂര്യൻ്റെ ചൂട്, താഴ്ത്തുനിന്ന് അനന്തം പാമ്പിൻ്റെ ചൂട്, വായെന്ന് വരുന്ന അഗ്നി. ഉപര്യഥ സമന്താച്ചാ ശിഖാഭിർവന്നി സൂര്യയോ ദഹ്യമാനം വിഭാത്യണ്ഡം ദഗ്ധഗോമയപിണ്ഡവത്. 11. തഥ പ്രചണ്ഡ പവനോ വർഷാണാമധികം ശതം പര സാംവർത്തകോ വാദി ധൂമ്രം ഖം രജസാവൃതം. തഥ അതിനുശേഷം വർഷാണാമധികം ശതം, 100-ലധികം വർഷം, പരഹ മീൻസ് ഭയങ്കര ശക്തിയോടുകൂടിയ, സാംവർത്തക പ്രളയകാലത്തിലുണ്ടായതുമായ, പ്രചണ്ഡ പവന വായു കാറ്റേ, ചുട്ട കാറ്റ് ചലിക്കും. അതായത് ഇങ്ങനെ എല്ലാം കത്തിക്കഴിഞ്ഞതിന് ശേഷം അത്ര വേഗത കെട്ടടങ്ങണില്ല. 100-ലധികം വർഷത്തോളം കാലം ചുടുകാറ്റ് മാത്രം ഈ ഭൂമിയിലല്ല ബ്രഹ്മാണ്ഡത്തിൽ. ബ്രഹ്മാണ്ടമൊക്കെ നശിച്ചുല്ലോ, പിന്നെ ചൂട് കാറ്റും ഉണ്ടാവും. രജസ പിന്നെയോ പൊടി, കത്തിയിലോ ഭസ്മയിലെ ആവൃതം മൂടപ്പെട്ട ആകാശം ധൂമ്രം ഭവതി, ധൂമ്രവർണ്ണമായി ഭവിക്കും. എന്താണ് അത് കഴിഞ്ഞിട്ടുള്ള കഥയാണ് പറഞ്ഞത്. അതായത് ഇങ്ങനെ മുഴുവൻ കത്തിയതിന് ശേഷം എന്താണ്, ഇങ്ങനെ മുഴുവനെ കത്തിക്കഴിഞ്ഞതിന് ശേഷം വെന്തെരിഞ്ഞ ചാണകം പോലെ പറഞ്ഞൂല്ലോ, പിന്നെ ഒരു 100 വർഷത്തോളം അത്യുഗ്രമായിട്ടുള്ള പ്രളയവാദം എന്നത്രേ പറയുക. പ്രളയത്തിൻ്റെ കാറ്റ് അടിച്ചുകൊണ്ടേയിരിക്കും പിന്നത്തെ 100 കൊല്ലം. അതാണ് ഇതിൽ പറഞ്ഞത് 11. തഥ പ്രചണ്ഡ പവനോ വർഷാണാമധികം ശതം, അതായത് ഈ തീ കത്തിക്കഴിഞ്ഞതിന് ശേഷം പ്രളയവാദം എന്ന് പറഞ്ഞു, ചുടുകാറ്റ്. പരസാംവർത്തകോ വാദി ധൂമ്രം ഖം ജജസാവൃതം, പൊടിപടലം മുഴുവൻ. തതോ മേഘകുലാന്യംഗ ചിത്രവർണ്ണാന്യനേകശഃ ശതം വർഷാണി വർഷന്തി നദന്തി രഭസസ്വനൈഃ. അങ്ക ഹേ, അതായത് പരീക്ഷിത മഹാരാജാവിനെ വിളിച്ചിട്ട് ശുഗൻ മഹർഷി പറയാനല്ലോ, ഹേ രാജാവേ,
തഥാ അതിനുശേഷം ചിത്രവർണ്ണാനി പല വിധത്തിലുള്ള നിറങ്ങളോടുകൂടിയ മേഘകുലാനി മേഘം നിറച്ച് മേഘങ്ങൾ അത് കഴിഞ്ഞിട്ട് പ്രത്യക്ഷപ്പെടും. അനേകമായിട്ട് ശതം വർഷാണി പിന്നത്തെ 100 കൊല്ലം എന്താ വർഷന്തി മഴ. രഭസസ്വനേഹി ഭയങ്കര ഇടി മഴയും, അതായത് രഭസസ്വനം ശബ്ദം ഉഗ്രമായിട്ടുള്ള ശബ്ദങ്ങളോട് കൂടിയിട്ട് മേഘങ്ങളൊക്കെ നദന്തി ഗർജിക്കും. ഇങ്ങനെ ഈ ബ്രഹ്മാണ്ടം മുഴുവൻ കത്തിക്കഴിഞ്ഞതിന് ശേഷം 100 കൊല്ലം പ്രാണവാതം അടിക്കും. അത് കഴിഞ്ഞിട്ട് നിറച്ച് പല നിറങ്ങളിലുള്ള മേഘങ്ങൾ ആകാശത്ത് പ്രത്യക്ഷപ്പെടും. പൊടി പടർഞ്ഞ ഇരിക്കുകയായിരുന്നുവല്ലോ ആ ആകാശത്തെ പല നിറത്തിലുള്ളത്, വെറും വെളുത്ത മേഘം, കറുത്ത മേഘം, ചുമന്ന മേഘം, അങ്ങനെ പല നിറത്തിലുള്ള മേഘങ്ങൾ പ്രത്യക്ഷപ്പെട്ടിട്ട് പിന്നത്തെ 100 കൊല്ലം ഇടിയോടും മിന്നലോടും കൂടിയിട്ടുള്ള മഴ, പെരുമഴ. പിന്നത്തെ 100 വർഷം പ്രളയാഗ്നി, പ്രളയവാതം, പിന്നെ പ്രളയ വർഷം 100 കൊല്ലം. തതോ മേഘകുലാന്യംഗ ചിത്രവർണ്ണാന്യനേകശഃ ശതം വർഷാണി വർഷന്തി നദന്തിരഭസസ്വനൈ മേഘങ്ങളുടെ ഗർജനവും. തത ഏകോദകം വിശ്വം ബ്രഹ്മാണ്ഡ വിവരാന്തരം തഥാ ഭൂമേർഗന്ധഗുണം ഗ്രസന്ധ്യാപ ഉദപ്ലവേ. തഥാ അതിനുശേഷം ബ്രഹ്മാണ്ഡ വിവരാന്തരം ബ്രഹ്മാണ്ഡത്തിൽ അടങ്ങിയിരിക്കുന്ന വിശ്വം, ഈ ലോകം, ഏകോദകം ഏകമായ ജലത്തോടു കൂടിയതായിരിക്കും. എല്ലാ ദിക്കിലും ഈ വെള്ളം കിടന്ന് അറിഞ്ഞിട്ട് ഒരു സമുദ്രം പോലെ, ഒരേ ഒരു ജലാശയം പോലെ ആയിത്തീരും ഭൂമി മുഴുവൻ. തഥാ അപ്പോൾ ലോകം മുഴുവൻ ഒരു വെള്ളമേ ഉള്ളൂ ആകെ, വെള്ളം അല്ലാണ്ടൊന്നുമില്ല. ഉദപ്ലവേ ഉദകത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ, അതായത് ഈ ലോകം വിശ്വം മുഴുവൻ വെള്ളത്തിൽ മുങ്ങുമ്പോൾ ഭൂമിയുടെ ഗന്ധഗുണം, വാസന എന്ന ഗുണത്തെ ആപഹ ഗ്രസന്തി ജലം ഗ്രസിക്കും. ഇങ്ങനെ 100 വർഷം മഴ പെയ്തിട്ട് ലോകത്തിൽ വേറെ വെള്ളമല്ലാതെ ഒന്നുമില്ല എന്നൊരവസ്ഥ ഉണ്ടാവണ സമയത്ത് അപ്പോഴാണ് ഇത് റിവേഴ്സ് ഓർഡറിൽ സൃഷ്ടി. അപ്പം ആ സമയത്ത് ഭൂമിയുടെ ഗുണം അല്ലെങ്കിൽ ഭൂമിയുടെ തന്മാത്രയായിട്ടുള്ള ഗന്ധം ആ ഭൂമിയുടെ തന്മാത്രയായിട്ടുള്ള ഗന്ധത്തിനെ ഈ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ജലം ആകർഷിക്കും. മീൻസ് ഗന്ധത്തിനെ അതിൽ ലയിപ്പിക്കും. ഭൂമി ഓൾറെഡി ലയിച്ചു വെള്ളത്തിലാണ് മുഴുവൻ. അത് കഴിഞ്ഞതിന് ശേഷം വേറെ വെള്ളമല്ലാണ്ട് ഒന്നുമില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞതിന് ശേഷം ഒരു തരി ഭൂമി, ഒരു കഷ്ണം ഭൂമി പോലും ഇല്ല, എല്ലാം ജലത്തിൽ. അത് കഴിഞ്ഞതിന് അത് പിന്നെ എന്താണ് പഞ്ചഭൂതമാണല്ലോ ഭൂമി, അവസാനത്തെ പഞ്ചഭൂതമല്ലേ. പിന്നെ ആ പഞ്ചഭൂതത്തിൻ്റെ, അതായത് ഭൂമിയുടെ തന്മാത്രയാണ് ഗന്ധം അല്ലെങ്കിൽ സട്ടിൽ എലിമെൻ്റ്, അതിനെ ഈ ജലം ആകർഷിക്കും എന്നാണ് ഇതിൽ പറഞ്ഞത്. അതായത് എങ്ങനെയാണ് സൃഷ്ടി ഉണ്ടായത്, അതിൻ്റെ റിവേഴ്സ് ഓർഡറിൽ തന്നെയാണ് സംഹാരവും. അങ്ങനെയല്ലേ ഉണ്ടായത്. ശബ്ദം, ആകാശം, സ്പർശം, വായു, രൂപം, അഗ്നി, രസം, ജലം, ഗന്ധം, ഭൂമി, അങ്ങനെയല്ല ഉള്ളത്. ഇപ്പോൾ നോക്കൂ, ഭൂമി ജയിച്ചു, ഗന്ധം ജലത്തിൽ ലയിച്ചു. ഇനി നമുക്ക് നോക്കാം കേട്ടോ. തഥ ഏകോദകം വിശ്വം ബ്രഹ്മാണ്ഡ വിവരാന്തരം, അല്ലേ? അതെ. തഥാ ഭൂമേർ ഗന്ധഗുണം ഗ്രസന്ധ്യാപ ഉദപ്ലവേ. അപ്പോൾ ഇനി 14. ഗ്രസ്തഗന്ധാതു പൃഥിവീ പ്രളയത്വായ കൽപ്പതേ അപാംരസമഥോ തേജസ്ത ലീയന്തേഥ നീരസ. നമുക്ക് നോക്കാം കേട്ടോ. ഗ്രസ്തഗന്ധ, ഗന്ധം ആകർഷിക്കപ്പെട്ട അല്ലെങ്കിൽ ഗന്ധത്തിനെ പിടിച്ചടക്കി ജലം എന്ന് പറഞ്ഞുവല്ലോ തന്മാത്രയെ.
ഭൂമി അടക്കി, പിന്നെ ഭൂമിയുടെ തന്മാത്ര അടക്കി. അങ്ങനെ ഗ്രസിക്കപ്പെട്ട ഗന്ധത്തോടു കൂടിയ പൃഥിവി ഭൂമി പ്രളയത്വായ കൽപ്പതയെ പ്രളയത്തിനായിക്കൊണ്ട് ഭവിക്കുന്നു. അപാം രസം. പിന്നെന്താ, ആ ജലത്തിൻ്റെ തന്മാത്ര ഏതാ? രസം, ടേസ്റ്റ് അല്ലേ. അഥ തേജ ഗ്രസതി. അപ്പോൾ എന്നിട്ട് പിന്നെ ഈ ജലത്തിൻ്റെ തന്മാത്രയായിട്ടുള്ള രസത്തിനെ അഗ്നി ആകർഷിക്കും. തേജസ്, അതായത് അഗ്നി അതിനെ ഗ്രസിക്കുന്നു, പിടിക്കുന്നു എന്ന്, അല്ലെങ്കിൽ അഗ്നി വിഴുങ്ങുന്നു ഏതിനെ? രസത്തിനെ. നീരസാഹ രസഹീനമായ. അപ്പോൾ പിന്നെ ആ ജലത്തിൻ്റെ രസം നഷ്ടപ്പെട്ടു, തന്മാത്ര നഷ്ടപ്പെട്ടു. ജലം ലീയന്തേ ലയിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞ റിവേഴ്സ് ഓർഡറിലമ്മേ. ആദ്യം ഭൂമി പോയി, പിന്നെ ഭൂമിയുടെ തന്മാത്രയായിട്ടുള്ള ഗന്ധം പോയി, അത് കഴിഞ്ഞ് ജലത്തിൻ്റെ രസം ലയിച്ചപ്പോൾ ജലവും പോയി. അതായത് ജലവും വേറൊരു പഞ്ചഭൂതമാണല്ലോ. ആ ജലവും ജലത്തിൻ്റെ തന്മാത്രയായിട്ടുള്ള രസവും എന്തിൽ ലയിക്കും? അഗ്നിയിൽ ലയിക്കും. ഗ്രസ്തഗന്ധാതു പൃഥിവി പ്രളയത്വായ കൽപ്പതേ അപാം രസമഥോ തേജസ്താലീയന്ത യഥ നീരസാഹ. രസമില്ലാതെ, നീരസം എന്താ? രസമില്ലാത്ത ജലം അഗ്നിയിൽ ലയിക്കും എന്ന് പറയാണ്. വെള്ളത്തിൽ മുങ്ങിയ ഭൂമിയുടെ ഗന്ധം ജലം എടുക്കും, പിന്നെയോ ജലത്തിൻ്റെ രസത്തിനെ അഗ്നി ഗ്രസിക്കും. അപ്പം രസം ഇല്ലാത്ത ജലമാകുമ്പോൾ അഗ്നി അതും, അതായത് അഗ്നി ജലത്തിനെയും രസത്തിനെയും ലയിപ്പിക്കും. ഇനി അഗ്നിയുടെ ഗുണം എന്താ? രൂപമല്ലേ, ഫോം അല്ലേ. അപ്പം നോക്കാം നമുക്ക്. ഗ്രസതേ തേജസോ രൂപം വായുസ്തദ്രഹിതം തദാ ലീയതേ ചാനിലേ തേജോ വായോഹോഖം ഗ്രസതേ ഗുണം തേജസഹ രൂപം. അപ്പോൾ അതായത് അഗ്നിയാണ് പഞ്ചഭൂതങ്ങളിലൊന്ന്. അതിൻ്റെ തന്മാത്രയായിട്ടുള്ള രൂപത്തിനെ വായു ഗ്രസിക്കുന്നു. പിന്നത്തെ അതിന് തൊട്ട് മുമ്പുള്ള വായു അല്ലേ, വായു എടുക്കും. അപ്പോൾ ഈ രൂപമില്ലാത്ത അഗ്നിയും വായുവിൽ ലയിക്കും. അപ്പോൾ ഭൂമിയും ഗന്ധവും ജലത്തിൽ, ജലവും രസവും അഗ്നിയിൽ, അഗ്നിയും രൂപവും വായുവിൽ. അതായി അതുവരെ എത്തി നമ്മൾ. ഗ്രസതേ തേജസോ രൂപം വായുസ്തദ്രഹിതം തഥാ ലീയതേ ചാനിലോ തേജോ വായോഖം ഗ്രസതേ ഗുണം. അതും കൂടിയും പറയേണ്ടതില്ലേ. എന്താ? എന്നിട്ട് വായുവിൻ്റെ സ്പർശം, വായു സ്പർശത്തോടു കൂടിയിട്ട് ആകാശത്തിൽ ലയിക്കുന്നു പറയണു അല്ലേ. വായുവിൻ്റെ ഗുണത്തെ ഖം ഗ്രസത്തെ, ആകാശം ഗ്രസിക്കുന്നു. ഏതാ? സ്പർശം. അപ്പം സ്പർശഗുണമില്ലാത്ത വായുവും ആകാശത്തിൽ ലയിക്കുന്ന അടുത്തേൽ പറയും. സവൈ വിശതി ഖം രാജം സ്തതശ്ച നഭസോ ഗുണം ശബ്ദം ഗ്രസതി ഭൂതാതിർ നഭസ്തമനുലീയതേ തൈജസസ്തേന്ദ്രിയാണ്യംഗ ദേവാൻ വൈകാരികോ ഗുണൈഹി. ഇനി പിന്നെ വായുവും വായുവിൻ്റെ സ്പർശം എന്നുള്ള തന്മാത്രയും ഏതിൽ ലയിക്കും? ആകാശത്തിൽ. പിന്നെ ആകാശവും ആകാശത്തിന് തന്മാത്രയായിട്ടുള്ള ശബ്ദവും എന്തെന്നാണ് വന്നതാ? നമ്മൾ സൃഷ്ടിയിൽ കണ്ടുല്ലോ, തമോ ഗുണാഹങ്കാരത്തിൽ നിന്നാണ് വന്നത്. താമസാഹങ്കാരത്തിൽ നിന്നാണ് ശബ്ദം ഉണ്ടായത്. ഇക്കാണുന്ന ദൃശ്യപ്രപഞ്ചം മുഴുവൻ ഉണ്ടായത് താമസാഹങ്കാരത്തിൽ നിന്നാണ് അല്ലേ. അപ്പോൾ ഈ അവസാനം പിന്നെ ആകാശത്തിൽ വായു സ്പർശം കൂടി ലയിച്ചപ്പോൾ ആകാശവും ആകാശത്തിൻ്റെ തന്മാത്രയായിട്ടുള്ള ശബ്ദവും ഏതിന്ന് വന്നതാണ്? താമസാഹങ്കാരത്തിൽ നിന്ന്. അതിൽ ലയിക്കുന്നതാണ് ഇതിൽ പറഞ്ഞത്. രാജാവേ സഹ വൈ, അതാകട്ടെ ഖം വിശതി, ആകാശത്തെ പ്രാപിക്കുന്നു. തഥാ നഭസ ഗുണം ശബ്ദ, അതിനുശേഷം ആകാശത്തിന് ഗുണമായ ശബ്ദത്തെ താമസാഹങ്കാരം രസിക്കുന്നു. അപ്പോൾ പഞ്ചഭൂതങ്ങളും പഞ്ചതന്മാത്രകളും താമസാഹങ്കാരത്തിൽ ലയിച്ചു. പിന്നെയും പറയുന്നുണ്ട്, നഭ ആകാശം ലയിക്കുന്നു. തൈജസ, ഈ അത് കഴിഞ്ഞിട്ടോ തമോ ഗുണാഹങ്കാരത്തിൽ ലയിച്ചു. പിന്നെ തമോ ഗുണാഹങ്കാരവും പിന്നെ രജോ ഗുണത്തിൽ നിന്നാണോ ഇന്ദ്രിയങ്ങൾ വന്നത്. അപ്പോൾ അതാണ് തൈജസ, രജോ ഗുണാഹങ്കാരം ഗുണൈഹി സഹ, ഗുണങ്ങളോടുകൂടി ഇന്ദ്രിയങ്ങളെ ഗ്രസിക്കുന്നു. അതായത് എല്ലാ ഇന്ദ്രിയങ്ങളും രജോ ഗുണാഹങ്കാരത്തിൽ നിന്നാണ് നമ്മുടെ ജ്ഞാനേന്ദ്രിയവും കർമ്മേന്ദ്രിയവും വന്നത് നമ്മൾ സൃഷ്ടിയിൽ പറഞ്ഞില്ലേ. അപ്പോൾ 10 ഇന്ദ്രിയങ്ങളും ഏതിൽ ലയിക്കും? അത് ഏതെന്നാ വന്ന്
രാജസാഹങ്കാരത്തിൽ അതിൽ ലയിക്കും. പിന്നെയോ വൈകാരിക, അതായത് സാത്വിക അഹങ്കാരത്തിൽ ആര് ലയിക്കും? എല്ലാ അധിഷ്ഠാന ദേവതകളും അന്ധക്കരണവും. അത് സാത്വിക അഹങ്കാരത്തിൽ നിന്നാണ് വന്നത്. മനസ്സ്, ചിത്തം, ബുദ്ധി, അഹങ്കാരം അടങ്ങുന്ന അന്ധക്കരണം. നമ്മൾ ഓർമ്മയില്ലേ, നമ്മൾ സൃഷ്ടിയിൽ ചെയ്തുല്ലോ. അപ്പോൾ ഈ 3 അഹങ്കാരത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടായതേ. അപ്പം അതാത് അഹങ്കാരത്തിൽ തന്നെ ലയിക്കും. അതായത് പിന്നെ പഞ്ചഭൂതങ്ങളും പഞ്ച തന്മാത്രകളും താമസാഹങ്കാരത്തിൽ നിന്ന് വന്നു, അതിൽ ലയിച്ചു. കർമ്മേന്ദ്രിയവും ജ്ഞാനേന്ദ്രിയവും രാജസാഹങ്കാരത്തിൽ നിന്ന് വന്നു, അതിൽ തന്നെ ലയിച്ചു. അധിഷ്ഠാന ദേവതകൾ, അതായത് 14 അധിഷ്ഠാന ദേവതകൾ, ഈ 10 ഇന്ദ്രിയങ്ങളുടെയും 5 ജ്ഞാനേന്ദ്രിയങ്ങളുടെയും 5 കർമ്മേന്ദ്രിയങ്ങളുടെയും അധിഷ്ഠാന ദേവതകൾ 10. പിന്നെ അന്ധകരണത്തിൻ്റെ അധിഷ്ഠാന ദേവത മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരത്തിന്, അങ്ങനെ 14 അധിഷ്ഠാന ദേവതകളും അന്ധകരണമാണ് സാത്വിക അഹങ്കാരത്തിൽ നിന്ന് ഉണ്ടായതേ. അതൊക്കെ അതിലും ലയിക്കും. സവൈ വിശദിഖം രാജം സ്തതശ്ച നഭസോ ഗുണം ശബ്ദം ഗ്രസതി ഭൂതാതിർ നഭസ്തമനുലീയതേ തൈജസസ്തേന്ദ്രിയാണ്യംഗാ ദേവാൻ വൈകാരികോ ഗുണഹി. ഇനി ഈ ഇതെഴുതുന്ന വന്നത് അഹങ്കാരം മഹത്തത്വത്തിൽ നിന്നാണ് വന്നത് അല്ലേ. മഹത്തത്വത്തിൽ ലയിക്കും. ശരിക്കും റിവേഴ്സ് ഓർഡറിലാണ് സൃഷ്ടിയും സംഹാരവും. ഇനി അതാണ് പറയുന്നത്. മഹാൻ ഗ്രസത്യഹങ്കാരം ഗുണാഹ സത്വാദയശ്ചതം ഗ്രസതേ വ്യാകൃതം രാജൻ ഗുണാൻ കാലേന ചോദിതം. എന്നിട്ട് പിന്നെ മഹത്വത്തെ എന്തെന്നാ വന്നുവെച്ചാൽ മായെന്ന മായലത്ത് ഗുണങ്ങൾ അതല്ലേ. തൈര് കടയുമ്പോൾ വെണ്ണ വേർതിരിയുന്ന പോലെ രജസ്തമോ ഗുണങ്ങളുടെ, സത്വരജസ്തമോ ഗുണങ്ങളുടെ ഈ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടപ്പോൾ മഹത്വത്വം വെണ്ണ പോലെ വേർതിരിയുന്നല്ലേ നമ്മൾ പറഞ്ഞ. അപ്പോൾ ആ മഹത്വത്വം പിന്നെ മായയിൽ തന്നെ ലയിക്കണം, പ്രകൃതിയിലെ, അതല്ലെങ്കിൽ മായയിൽ. അത് നമുക്ക് നോക്കാം. അഹങ്കാരത്തെ മഹാൻ ഗ്രസതി, മഹത്തത്വം വിഴുങ്ങും, ഗ്രസിക്കും. അതായത് അഹങ്കാരം, ഈ 3 അഹങ്കാരമാണല്ലോ. സാത്വിക അഹങ്കാരവും രാജസാഹങ്കാരവും താമസാഹങ്കാരവും മഹത്തത്വത്തിൽ നിന്നാണ് വന്ന മഹത്വത്തിൽ ലയിക്കും, അല്ലെങ്കിൽ മഹത്വത്വം വിഴുങ്ങും. അതിനെ സത്വാദയാ ഗുണാഹ, അതുണ്ടായത് എഴുതുന്ന മഹത്വത്വം സത്വരജസ്തമോ ഗുണങ്ങളാണ്. പിന്നെ വെണ്ണ പോലെ വേർതിരിഞ്ഞ പറഞ്ഞില്ലേ. അപ്പോൾ ഈ മഹത്തത്വം സത്വരജ സ്തമോ ഗുണങ്ങളിൽ ലയിക്കും, അല്ലെങ്കിൽ സത്വരജസ്തമോ ഗുണങ്ങൾ ഈ മഹത്തത്വത്തിനെ വിഴുങ്ങും, ഗ്രസിക്കും. കാലത്താൽ ചോദിത പ്രേരിക്കപ്പെട്ട അവ്യാകൃതം പ്രധാനം ഗുണാൻ ഗ്രസതേ. അത് കഴിഞ്ഞ് ഈ ഗുണങ്ങളെ കാലത്താൽ പ്രേരിതമായിട്ട്, കാലസ്വരൂപനാൽ പ്രേരിതമായിട്ട് ഈ ഗുണങ്ങളെ പ്രകൃതിയിൽ ലയിക്കും. അല്ലെങ്കിൽ അവ്യാകൃതം അല്ലെങ്കിൽ പ്രധാനം ഒക്കെ പറയും പ്രകൃതിക്ക്, മായയ്ക്ക്. അല്ലെങ്കിൽ നമുക്ക് മായ എന്താച്ചാൽ പറയാം. പുരുഷൻ പ്രകൃതി എന്ന് പറയാം. പുരുഷൻ പ്രകൃതിക്ക് എനർജി കൊടുത്തിട്ടാണല്ലോ സത്വരജസ്തമോ ഗുണങ്ങളുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ട് മഹത്വത്വം ഉണ്ടായത്. അപ്പം മഹത്തത്വത്തിനെ ഈ ഗുണങ്ങൾ വിഴുങ്ങും. ഈ ഗുണങ്ങളെ പ്രകൃതി വിഴുങ്ങും. മായയിൽ അലിയും ഗുണങ്ങൾ. പിന്നെ ഒന്നുമില്ല. പിന്നെ മായ ഈ ഗുണങ്ങളെ ഏറ്റക്കുറച്ചിലില്ല വെച്ചാൽ പിന്നെ സൃഷ്ടി ഇല്ലേ. അപ്പം മായയിൽ അലിഞ്ഞ് കിടക്കും. അല്ലെങ്കിൽ മായ വിഴുങ്ങും എന്ന് പറയാം, അല്ലെങ്കിൽ പ്രകൃതി എന്ന് പറയാം. മഹാൻ ഗ്രസത്യഹങ്കാരം ഗുണാഹ സത്വാദയശ്ചതം ഗ്രസതേ വ്യാകൃതം രാജൻ ഗുണാൻ കാലേന ചോദിത. എല്ലാം കാലസ്വരൂപൻ്റെ പ്രചോദനം കൊണ്ടാണ് ഈ ഗുണങ്ങളൊക്കെ പ്രകൃതിയിൽ ലയിക്കും. അവ്യാകൃതമെന്നോ പ്രധാനമെന്നോ പ്രകൃതിയെന്നോ മായാന്നോ ഒക്കെ നമുക്ക് പറയാം കേട്ടോ. അതിനെ അങ്ങനെ തന്നെയല്ലേ ഉണ്ടായത്. ഭഗവാൻ ഈക്ഷണം ചെയ്യൂലോ അവനവൻ്റെ ഉള്ളിലുള്ള പ്രകൃതിയെ, ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന പ്രകൃതിയെ ഈക്ഷണം ചെയ്ത് ഭഗവാൻ ശക്തി കൊടുക്കുകയാണ്. അപ്പോഴാണല്ലോ സത്വരജസ്തമോ ഗുണങ്ങളുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ട് തൈരിൽ നിന്ന് വെണ്ണ പിരിയുന്നത് പോലെ മഹത്വത്വം ഉണ്ടായി. ഈ മഹത്വത്വം 3 തരം അഹങ്കാരം ഉണ്ടായി. അഹങ്കാരത്തിൽ നിന്ന് 3 പിരിഞ്ഞു അഹങ്കാരം. അതിൽ നിന്നാണ് ഈ ലോകം മുഴുവൻ ഉണ്ടായത്. അതേപോലെ തിരിച്ചു പോയിന്ന്.
ന തസ്യ കാലാവയവൈഃ പരിണാമാദയോ ഗുണാഃ അനാദ്യനന്തമവ്യക്തം നിത്യം കാരണമവ്യയം. തസ്യ അതിന് കാലാവയവൈഃ കാലത്തിൻ്റെ അവയവങ്ങൾ നിമിത്തം പരിണാമാദയ ഗുണ പരിണാമം മുതലായ ഗുണങ്ങൾ ന ഇല്ല. പിന്നെ അങ്ങനെ കിടക്കുകയുള്ളൂ. ഈ പ്രകൃതി ഭഗവാനിൽ ലയിച്ചിട്ട് അങ്ങനെ കിടക്കും. എത്ര കാലം? ഭഗവാൻ ഇനി രണ്ടാമത് വിലീല വേണമെന്ന് തോന്നണ വരെ. ഏത്? യോഗനിദ്ര. എല്ലാം നശിച്ചു. ബ്രഹ്മാവ് ഒന്നുമില്ല. ഇപ്പോഴെ ഒന്നുമില്ല. ഭഗവാൻ മാത്രം. ആ പരബ്രഹ്മം മാത്രമേ ഉള്ളൂ. അതിനാണ് ഭഗവാന്റെ യോഗനിദ്ര എന്ന് പറയണത്. അതാണ് ശരിക്കുള്ള യോഗനിദ്ര. പിന്നെ ഭഗവാന് ആദ്യ ലീലകളാടണമെന്ന് തോന്നുമ്പോൾ മാത്രമേ ഭഗവാൻ കാലത്തിനോട് പറയും. കാലം സ്വരൂപനായിട്ട് വന്നിട്ട് മായയെ ക്ഷോഭിപ്പിക്കും, ഈക്ഷണം ചെയ്ത്. അങ്ങനെ അതാണ് ആദിയില്ലാത്തതും അനന്തം അവസാനമില്ലാത്തതും അവ്യക്തം ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്തതും നിത്യം എപ്പോഴും ഏക രൂപത്തിലിരിക്കുന്നതും അവ്യയം യാതൊരു വ്യയം അതായത് ക്ഷീണം അല്ലെങ്കിൽ നാശമില്ലാത്തതുമായ കാരണവുമാകുന്നു. എല്ലാം ആ കാരണത്തിൽ ലയിക്കും. അതായത് മായയും കൂടിയും, അതായത് മായയ്ക്ക് കാലത്തിൻ്റെ കാലസ്വരൂപനായ ഭഗവാന്റെ പ്രേരണ കൊണ്ട് എന്തു ചെയ്യും? മായ അതിൽ ലയിച്ചിട്ട് പിന്നെ ഒന്നുമില്ല. ജനനം മരണം ഇന്ദ്രിയങ്ങൾ ഒന്നുമില്ലാത്ത ആ ഒരവസ്ഥയിൽ ആ ബ്രഹ്മം, ഏകമായ ബ്രഹ്മം, നാശരഹിതമായിട്ടുള്ള ബ്രഹ്മം ആയിട്ട് തീരും. വേറെ ഒന്നുമില്ല അവിടെ, രണ്ടാമതൊന്നുമില്ല. ആ പരബ്രഹ്മം മാത്രം പ്രകാശിച്ച് അവിടെ നിൽക്കും എത്രയോ കാലം. അതാണ് ശരിക്കും പ്രാകൃത പ്രളയം. ഇനി ആദ്യം തുടങ്ങിയിട്ട് വേണേ അല്ലേ എല്ലാം. ഇനി നമുക്ക് അടുത്ത ശ്ലോകം കൂടി നമുക്ക് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കണു. 19 എന്താ അറിയോ? ന യത്ര വാചോ ന മനോ ന സത്വം തമോ രജോ വാ മഹദാദയോമി ന പ്രാണബുദ്ധീന്ദ്രിയദേവതാ വാ ന സന്നിവേശ ഖലു ലോകകൽപ്പ. ഇതിലെന്താ പറയണ വെച്ചാൽ വളരെ നല്ലൊരു ഇതാണ്. ഇനി ഇതിലെന്താ പറയണം നോക്കാം നമുക്ക്. എത്ര വാഗാദയോഹോ അല്ല, ഇതിപ്പോൾ എത്രാമത്തെ അല്ലേ? അതന്നെ 19. അതെ. എത്ര വാഗാദയോഹോ ന, ആ പ്രധാനത്തിൽ വാക്കുകളില്ല. മീൻസ് മായയിൽ, പ്രധാനം വെച്ചപ്പെട്ട മായയാണ്. മായയിൽ വാക്കുകളില്ല. പിന്നെ വാഗാദയോ നഹ, പിന്നെയോ മനസ്സില്ല. ലോകകൽപ്പ സത്വരജസ്തമസ്സുകളില്ല. സന്നിവേശോ വാ ന, ഒന്നുമില്ല. മഹത്തത്വമില്ല, പ്രാണനില്ല, ബുദ്ധിയില്ല, ദേവതകളില്ല, ഒന്നുമില്ല. നോക്കൂ, എത്ര യാതൊന്നിൽ വചഹ വാക്കുകൾ ന പ്രവേശിക്കുന്നില്ല. അതായത് ബ്രഹ്മത്തിലെ വാക്കുകൾക്ക് അതീതാണെന്ന്. ഏതൊന്നിൽ വാക്കുകൾ ന പ്രവേശിക്കുന്നില്ല. മനഃ ന, മനസ്സിനും അതീതാണ്, മനസ്സും പ്രവേശിക്കില്ല. സത്വം തമ രജഹ വാ, സത്വരജസ്തമോ ഗുണങ്ങൾക്ക് പ്രവേശനമില്ല ബ്രഹ്മത്തിൽ, ഒക്കെ അതീതാണ്. അമി മഹദാദയ, മഹത്തത്വം ഇല്ല. പ്രാണബുദ്ധീന്ദ്രിയ ദേവതാഹ വാന്ന, പ്രാണനില്ല, ബുദ്ധിയില്ല, ഇന്ദ്രിയങ്ങളില്ല, ഇതിനൊക്കെ അതീതാണെന്ന്. പിന്നെയോ ലോകകൽപ്പ, ലോകത്തിനുള്ളതുപോലെ സന്നിവേഹ അതായത് ജനനമില്ല, മരണമില്ല. ന ഖലു ഇല്ല. അതായത് ബ്രഹ്മത്തിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ്. എന്ത്? വാക്കുകൾക്ക്, മനസ്സിന്, സത്വരജസ്തമോ ഗുണങ്ങൾക്ക്, പ്രാണന്, മഹത്തത്വത്തിന്, പ്രാണന്, ബുദ്ധിക്ക്, ഇന്ദ്രിയങ്ങൾക്ക്, ഇതിനെല്ലാം അതീതവും ജനനമരണരഹിതവും ആയ ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമുക്കിന്നിവിടെ നിർത്താം. അതായത് പ്രളയം സൃഷ്ടിയുടെ റിവേഴ്സ് ഓർഡറിൽ കംപ്ലീറ്റ്ലി ബാക്ക് ടു ബ്രഹ്മം.
ബ്രഹ്മത്തിൽ നിന്ന് നമ്മൾ കണ്ടുല്ലോ എങ്ങനെയാണെന്ന് 3-ാമത്തെ സ്കന്ധത്തിലേ ബ്രഹ്മം, അതായത് ഭഗവാൻ ലീലകളാടണം തോന്നുന്ന സമയത്ത് ഭഗവാൻ തന്നിൽ ഉറങ്ങിക്കിടക്കുന്ന മായയെ ഈക്ഷണം ചെയ്ത് എനർജി കൊടുത്തു. അപ്പോഴാണല്ലോ മഹത്തത്വം, സത്വരജസ്തമോ ഗുണങ്ങളുടെ ഈക്വിലിബ്രിയം ടിൽറ്റഡായി, മഹത്തത്വം ഉണ്ടായി, അഹങ്കാരം ഉണ്ടായി, പിന്നെ എല്ലാം നമ്മൾ കണ്ടു. അതേപോലെ തിരിച്ചിപ്പോൾ ബ്രഹ്മം മാത്രം. ആ ബ്രഹ്മം എങ്ങനെയാണ്? വാക്കുകൾക്കതീതം, മനസ്സിനതീതം, സത്വരജസ്തമോ ഗുണങ്ങൾക്കതീതം, മഹത്തത്വത്തിനതീതം, പ്രാണനും ബുദ്ധിക്കും ഇന്ദ്രിയങ്ങൾക്കും അതീതം. അവിടെ ദേവതകളൊന്നുമില്ല, ആരുമില്ല, എല്ലാറ്റിനും അതീതം. പിന്നെയോ ഈ ലോകത്തിന് കാണുന്ന പോലെ ജനനമരണങ്ങൾക്കും അതീതം. അങ്ങനെ ആ പരബ്രഹ്മം മാത്രം രണ്ടാമതൊന്നില്ലാത്ത അദ്വൈത വസ്തുവായിട്ട് പ്രകാശിക്കും പ്രാകൃത പ്രളയം കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിന്ന് ഇവിടെ നിർത്താം. നയത്ര വാചോ ന മനോ ന സത്വം തമോരജോ വാ മഹദാദയോമി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഒരു ഫോൺ വന്നു കേട്ടോ, അപ്പോഴേക്കും സാരില്ല. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.